എത്ര വലിയ കറുപ്പും വെറും 1 മിനിറ്റ് കൊണ്ട് തന്നെ സ്കിന്നിൽ നിന്ന് ഇല്ലാതാക്കുന്ന ഒരു അടിപൊളി കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. ഈ പറയുന്ന പോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്ക്. എത്ര വലിയ കറുപ്പും നിങ്ങളുടെ സ്കിന്നിൽ നിന്ന് ഇല്ലാതാക്കി സ്കിൻ നല്ല പോലെ വെട്ടിത്തിളങ്ങാൻ സാധിക്കുന്നതാണ്. സംഭവം എന്താണെന്നൊക്കെ ഉള്ളത് പറയാം. ഞാൻ ഈ പറയുന്ന പോലെ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ചെയ്തു നോക്ക്. നല്ല പോലെ മാറ്റം നേടാൻ നിങ്ങൾക്ക് സാധിക്കും. എന്തായാലും നമുക്ക് വേണ്ടത് ഒരു 2 ഡേറ്റ്സ് ഉണ്ടല്ലോ, അതായത് ഈന്തപ്പഴം, അത് വേണം. അതിൻ്റെ ആ കുരുവെല്ലാം കളഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടതാണ്. ഡേറ്റ്സ് നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. ഡെഡ് കോശങ്ങളെയൊക്കെ നീക്കി നല്ല കോശങ്ങളെ വീണ്ടെടുക്കാനായിട്ട് നമ്മുടെ ഡേറ്റ്സിൽ നിന്ന് സാധിക്കും. അങ്ങനെ ഡേറ്റ്സിൻ്റെ അതെല്ലാം കുരുവെല്ലാം ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കിപ്പം ഡേറ്റ്സ് ഒരു 3 മിനിറ്റോളം കുതിർത്ത് കുറച്ച് പാലിനകത്ത് കുതിർത്തിട്ട് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇപ്പം കേട്ടോ, ഞാനിപ്പം കുതിരാനായിട്ട് വെച്ചിട്ടില്ല. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ചേർക്കുന്നത് 1.5 ടേബിൾ സ്പൂണോളം ഓട്സ് ആണ് ചേർക്കുന്നത്. സ്പൈസസ് ഒന്നും ഇല്ലാത്ത ഓട്സ് വേണം ചേർക്കാനായിട്ട്. അങ്ങനെ ഓട്സ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂണോളം നമ്മുടെ ചിയ സീഡാണ് ചേർക്കുന്നത്. ചിയ സീഡ് നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. സ്കിന്നിനെ തിളക്കം വെപ്പിക്കാനുമൊക്കെ സാധിക്കും. നമ്മൾ കുതിരാനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കുന്ന ആ ഒരു പാലുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്തിട്ട് അരയ്ക്കാനായിട്ട് എടുക്കണം. ഞാനിപ്പോൾ അരയ്ക്കാനായിട്ട് എടുത്ത പാലെന്ന് പറയുന്നത് 2.5 ടേബിൾ സ്പൂണാണ് പാലെടുത്തിട്ട് അരച്ചെടുത്തത്. അങ്ങനെ നല്ല പോലെ അരച്ചിട്ടുണ്ട്. ചെറിയ രീതിയിൽ ഡേറ്റ്സ് അരയാനായിട്ട് എളുപ്പമുണ്ട്. അതൊന്നും കൂടി ഞാൻ മിക്സിയിലിട്ട് ഒന്നും കൂടി ഞാൻ അരച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ അരച്ചൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൂടി ചേർക്കുന്നുണ്ട്. അരമുറി ലെമൺ ജ്യൂസ് ആണ് ചേർക്കുന്നത്. ലെമൺ നമ്മുടെ സ്കിന്നിൻ്റെ കൊളാജൻ ബൂസ്റ്റ് ചെയ്യാനും ഡെഡ് കോശങ്ങളെ ഇല്ലാതാക്കാനും ലെമൺ ജ്യൂസിൽ നിന്ന് സാധിക്കും. കൂടാതെ തന്നെ സ്കിന്നിന് ഒരു നല്ലൊരു ബ്ലീച്ച് എഫക്റ്റ് നൽകാനും സാധിക്കും. ഇനി ഇത് നല്ലപോലെ മിക്സ് ആക്കുക. മിക്സ് ആക്കിയതിന് ശേഷം സ്കിന്നിലേക്ക് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഉണ്ടാക്കി ഉടനെ തന്നെ ഇട്ട് കൊടുക്കണം. വെച്ചിട്ട് പിന്നീട് ഉപയോഗിക്കാനായിട്ട് നോക്കരുത്. നമ്മുടെ സ്കിന്നിൽ ഇട്ട് കൊടുത്ത് ഒരു 3-4 മിനിറ്റിന് ശേഷം നിങ്ങൾക്ക് നോർമൽ വാട്ടറിൽ കഴുകിയാൽ മതി. ഇത് ഡെയിലി ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അതല്ലെങ്കിൽ ഒന്നിരാടമെങ്കിലും നിങ്ങൾ ചെയ്തു നോക്ക്. സ്കിന്നിന് നല്ല പോലെ മാറ്റം നേടാൻ ഈ ഒരു പാക്കിൽ നിന്ന് സാധിക്കുന്നതാണ്.